അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭമുയർത്തുമെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു. ദേശീയപാത പ്രവൃത്തിയിലെ അശാസ്ത്രീയതയിൽ പ്രതിഷേധിച്ച് RMPI നേതൃത്വത്തിൽ വടകര RDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദേശീയപാത നിർമ്മാണം അദാനിക്കും മോദിക്കും കേരള സർക്കാർ അഴിമതി സർക്കാർ തുലയട്ടെ. വർഷങ്ങളായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തുടരുന്ന ദേശീയപാത പ്രവൃത്തി വേഗത്തിലാക്കണമെന്നും അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെക്കണമെന്നും RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു പറഞ്ഞു. ദേശീയപാത മരണക്കുഴിയാക്കിയ അധികൃതർക്കെതിരെ അണിനിരക്കുക, ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുക, അഴിമതിപാതയ്ക്കെതിരെ അണിനിരക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് RMPI നേതൃത്വത്തിൽ നടത്തിയ വടകര RDO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത പ്രവൃത്തി തുടങ്ങിയ ശേഷം നിർമ്മാണ കമ്പനികളുടെ അനാസ്ഥ കാരണം നിരവധി ജീവനുകളാണ് വടകര മേഖലയിൽ പൊലിഞ്ഞത്. നിരവധി പേർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടി. ഇവർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ദേശീയപാത നിർമ്മാണത്തിൽ അടിമുടി അഴിമതിയാണെന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഗവൺമെന്റ് ഇതിലൊക്കെ നടക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതിന് മേൽനോട്ടില്ല, എഞ്ചിനീയർ വന്നു നോക്കുന്നില്ല. ഇവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് അദാനി ഏറ്റെടുത്തു. അദാനി ഏറ്റെടുത്തത് തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ടെൻഡർ നടപടി ചോർത്തിയിട്ടാണ് അദാനിക്ക് വർക്ക് കിട്ടിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ടെൻഡർ ചോർത്തിയിട്ടാണ് അദാനി വർക്കെടുത്തത്. അദാനി എന്ത് ചെയ്തു? മറ്റൊരു കോൺട്രാക്ട് കൊടുത്തു. 900 കോടി രൂപ ഒരു പണി കൊടുക്കാൻ അദാനി അടിച്ചുപോയി. ഇവർക്കാണെങ്കിൽ ഒരു എത്തുമുടിയുമില്ല. അങ്ങനെ വീണ്ടും ഊരാളുങ്കൽ സൊസൈറ്റിയോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ചെയ്യണം. അവർ ഞങ്ങൾക്കാവില്ല. അങ്ങനെ ഏറ്റവും വലിയ അഴിമതി. കാരണം മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇവിടെ വില്ലേജ് ഓഫീസിലെ പ്രൂൺ വരെ വൻതോതിൽ ഈ ദേശീയപാതയുടെ ഭാഗമായ അഴിമതിയാണ്. ആരും പരിശോധിക്കുന്നില്ല. ഇഷ്ടത്തിന് ജോലിയാണ്. ആരും പരിശോധനയില്ലാതെ ഇഷ്ടത്തിന് തൊഴിലാളികൾ അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ, സബ് കോൺട്രാക്ടർമാർ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വൻ അഴിമതിയാണ് ഇവർക്ക്. ഞാൻ ദീർഘിപ്പിക്കുന്നു. ഇവിടെ ഇതിന് പരിഹാരം കാണണം. ആവശ്യം ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെന്റ് വേണം. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾ അറിയില്ല. നേരത്തെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഉൽപ്പന്നമാണ്. ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല, ആന്റണിക്ക് കഴിഞ്ഞില്ല, മറ്റു അച്യുതാനന്ദന് കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. ഞങ്ങളുടെ ഉൽപ്പന്നമാണ് ദേശീയപാത. ഇപ്പൊ പറഞ്ഞു ഞാളറിയില്ല. മരുഭവനും കാരണവരും എല്ലാം പറഞ്ഞു ഞാളറിയില്ല. ഞാളെയല്ല, ഇത് കേന്ദ്രത്തിന്റെ. ഇതിപ്പാ കേന്ദ്രത്തിന്റെ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ് ഇതിന് ഒഴിഞ്ഞു മാറുക. ഇതിന് നാദനില്ല. ഈ നാദനില്ലാത്ത ഈ അപകടകരമായ ഈ കളി അവസാനിപ്പിച്ചുകൊണ്ട് വിദഗ്ധ സമിതികൾ അന്വേഷിച്ച് ഇത് പരിഹാരം കാണണം. മറ്റൊന്ന്, ഇവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞിപ്പള്ളി ഉൾപ്പെടെ മരിച്ചു വീണ ആളുകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഈ കമ്പനിയിൽ നിന്നും ഈടാക്കി കൊടുക്കാൻ ഗവൺമെന്റ് ഇടപെടണം. കേരളത്തിൽ മരിച്ചു വീണ നിരവധി ആളുകൾ ഉണ്ട്. അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം, ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ, അതുപോലെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ ആളുകൾ, ഇവർക്കെല്ലാം മാന്യമായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് ഇടപെടൽ നടത്തണമെന്നുകൂടി ഈ മാധ്യമത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് ഇരകളുടെ അതുപോലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യോജിപ്പിക്കൊണ്ട് വലിയ പോരാട്ടം ഈ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിനും കേരളത്തെ കഷ്ടപിടിക്കുന്ന അഴിമതിക്കെതിരായ പോരാട്ടത്തെ മുന്നോട്ട് കൊള്ളണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ അധ്യക്ഷനായ പരിപാടിയിൽ KK രമ MLA, ഭാസ്കരൻ മോനാച്ചി, TK സിബി, PM വിനു, P ശ്രീജിത്ത്, TP മിനിക, NP ഭാസ്കരൻ,
ബിജിത് ലാൽ, MA രാജു തുടങ്ങിയവർ സംസാരിച്ചു. പറ്റില്ല എന്ന് നമ്മൾ ആധികാരികമായി ആവശ്യപ്പെട്ടതാണ്. ഒരു കാരണവശാലും വടകരയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സോയിൽ ലൈനിങ് പരാജയമാണ് എന്ന് തെളിഞ്ഞ ഒരു പദ്ധതി വീണ്ടും ഇവിടെ തുടങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പൊ പഴങ്കാവിൽ എന്താ അവസ്ഥ? പഴങ്കാവിൽ ആളുകളുടെ പ്രതിഷേധം ഒന്നും വകവയ്ക്കാതെ അവിടെ ഈ മണ്ണെടുത്ത സ്ഥലത്ത് വീണ്ടും സോയിൽ ലൈനിങ്ങുമായിട്ട് മുന്നോട്ട് പോയി. അത് വളരെ ഗുരുതരമായൊരു പ്രശ്നം. മുക്കാളിയിലോ മടപ്പള്ളിയിലോ കാണാത്തത്ര ഗുരുതരമായ പ്രശ്നം ഇപ്പൊ പഴങ്കാവിലുണ്ടായി. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 12 മീറ്റർ നീളമുള്ള കമ്പി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് കയറ്റിയിട്ടാണ് പണി നടത്തുന്നത്. 12 മീറ്റർ നീളം. നിങ്ങൾ നോക്കൂ, 12 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ എത്രമാത്രമുണ്ട്? അത് നേരെ ചെന്നിട്ട് കിണറിലേക്ക് എത്തുന്നു, കിണർ ഇടിഞ്ഞു വീഴുന്നു, വീടിന്റെ തറയിലേക്ക് ഈ കമ്പി കൊണ്ടുപോയി തറ ഇടിഞ്ഞു വീഴുന്നു. നോക്കൂ നിങ്ങൾ, എത്ര അശാസ്ത്രീയമാണിത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് നാഷണൽ ഹൈവേയുടെ പണി നടത്താൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ആരാണ് നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് തന്നത്? ഇത് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാകണ്ടേ? ഞങ്ങളുടെ ഇത് അങ്ങനെയാണെങ്കിൽ നാഷണൽ ഹൈവേ ഏറ്റെടുത്ത സ്ഥലത്താണ് ഇത്തരം പണി നടത്തേണ്ടത്. അല്ലാതെ ഇവിടുത്തെ സാധാരണ വ്യക്തികളുടെ സ്ഥലത്തേക്ക് ഒരു അനുവാദവും ഇല്ലാതെ ഇത്തരത്തിലുള്ള കമ്പി കയറ്റിക്കൊണ്ട് പണി നടത്തുക എന്ന് പറയുന്നത്, അത് പരിശോധിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ട് വന്നു നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അത്ര ഗുരുതരമായ വിഷയമാണ് ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും. ഇനി നാട്ടുകാരുടെ പ്രതിഷേധം, ഇത്തരം പണിയെടുക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇത് തടയുക മാത്രമേ നമ്മുടെ മുന്നിൽ പോംവഴിയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇതുപോലെ സോയിൽ ലൈനിങ് എന്ന് പറഞ്ഞ് കമ്പി ഇറക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറ്റി മാത്രമേ പണിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ ഈ അധികാരികൾക്ക് അവസാനമായി താക്കീത് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ അത് തടയാൻ ആവശ്യം വിദഗ്ധമായ സംഘത്തെ നിയമിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചു. പരിപാടിക്ക് TK അനിത, ഗീതാ മോഹൻ, ശരണ്യ വാഴയിൽ, രോഹിണി, ഷജിന കൊടക്കാട്ട്, ഷെർലി, EK വത്സരാജ്, രാജീവൻ വള്ളിൽ, KK ബിവീഷ്, ബിനീഷ് കോട്ടക്കൽ, EK പ്രദീപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA with Hospital Administration, BA, BCom, BBA with Logistics and Supply Chain Management, BVoc in Hospital Administration, BVoc in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ +1, +2, +2 NEOS 6 months, +2 BOSSE 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.